ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. വന്ന് എന്തേലും കഴിക്ക്. എനിക്ക് വേണ്ട. എന്നാലും അവൻ എന്നെ തല്ലിയപ്പോ എന്തിനാ അവളെ തല്ലിയെന്ന് ഒരു വാക്കമ്മ ചോദിച്ചായിരുന്നോ? എന്തൊരു വേദന, പല്ലളകിന്ന് തോന്നുന്നു. ഒരടി നിനക്ക് ആവശ്യമായിരുന്നു. ഈ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തേനാണോ? നല്ല കാര്യം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ദേ, നല്ല പുട്ടും കടലുണ്ട്, വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട. അമ്മയുടെ മോനെ അവളെയും വിളിച്ചിരുത്തിട്ട് വയറ് നിറച്ച് വാരി കൊടുക്ക. എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പയ്യെ തിന്നാ പനിയും തിന്നാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ ഇനി ഒന്നിനുമില്ല. നീ ഇനി ഒന്നും ചെയ്യണ്ട. എല്ലാത്തിനും ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. ഇന്ന് അവൻ എന്നെ തല്ലി, നാളെ അവൾക്ക് വേണ്ടി അവൻ അമ്മയെ വേണമെങ്കിലും തല്ലും. അതിനുള്ള മുന്നറിയിപ്പ് അവൻ അമ്മയ്ക്ക് തന്നു കഴിഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? അത്രയ്ക്ക് നന്ദിയില്ലാത്തവനാ. നിന്നെ അവൻ തല്ലിയത് ശരിയാ. പക്ഷേ എനിക്കിപ്പോ എന്റെ മോനെ കുറിച്ചോർത്ത് അഭിമാനമുണ്ട്. നീ പറഞ്ഞതുപോലെ ബോധമില്ലാത്ത സമയത്ത് അവൻ അവളെ തെറ്റായ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഇന്ന് രാവിലെ അവന് അവളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഏതെങ്കിലും ഒരാൾ നിന്നോട് ഇങ്ങനെ ചെയ്താ പിന്നെ ജീവിതകാലം മുഴുവനും അവന് നിന്റെ മുമ്പിൽ തലതാഴ്ത്തിയല്ലേ നിൽക്കാൻ പറ്റൂ? സംഗൃത എന്റെ മോനെ വിവാഹം കഴിക്കണം, അതെനിക്ക് നിർബന്ധം. അത് ഞാൻ നടത്തുകയും ചെയ്യും. പക്ഷെ അത് നിന്നെ പോലെ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് മയക്കിയിട്ടല്ല. ഓ, പിന്നെ എന്താണാവോ അമ്മയുടെ രാജതന്ത്രം? എന്റെ കയ്യിലൊരു തന്ത്രമുണ്ട്. അത് രാജതന്ത്രമൊന്നുമല്ല. സ്വന്തം മകന്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ ഒരമ്മ മനസ്സുകൊണ്ടെടുക്കുന്ന തീരുമാനം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തൂടെ? അതങ്ങനെ എടുത്തു ചാടി ചെയ്യാനുള്ളതൊന്നുമല്ല. അതിനുള്ള അവസരം വരും. ആ സമയത്ത് ബുദ്ധിപൂർവം കരുക്കൾ അങ്ങോട്ട് നീക്കിയാൽ പിന്നെയുള്ള കാലം അവൾ എന്റെ മോന്റെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കും. പിന്നെ നടന്നത് തന്നെ നടക്കും, അതെനിക്ക് ഉറപ്പാ. അതെന്താ ഇത്രയ്ക്ക് ഉറപ്പ്? അത് സമയമാകുമ്പോ ഞാൻ നിന്നോട് പറയാം. മോളെ, ചിപ്പി മോളെ, ഇത് കഴിക്കും മോളെ. എനിക്ക് വേണ്ട. മോളെ, ഇച്ചിരിയെങ്കിലും കഴിക്കും മോളെ. ഇല്ലെങ്കിലേ അമ്മ വന്ന ആന്റിയെ വഴക്ക് പറയും. എനിക്ക് വേണ്ട. നല്ല മോളല്ലേ, കുറച്ചെങ്കിലും കഴിക്കും മോളെ.